പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. സാരില്ല, അപക പെട്ടെന്ന് സുഖമായിക്കോളും. കൊച്ചു സങ്കടപ്പെടണ്ട. ഡെബി മിത്രയുടെ മുടിയിടകളിൽ തിരക്കി അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കണ്ടുവന്ന പാട്ടിയിൽ മാത്രം മിസ്റ്റേക്കുകൾ നിറഞ്ഞിരുന്നു. ദേവ, ഒന്നും കഴിച്ചില്ലല്ലോ, വാ ക്യാൻറ്റീനിൽ ചായ വാങ്ങിത്തരാം. എനിക്കൊന്നും വേണ്ട ചായ. അത് പറഞ്ഞാൽ എങ്ങനെയാ കൊച്ചേ, ഇപ്പം അപ്പാക്കൊന്നുമില്ലല്ലോ. ഇനി വന്നേ വലന്ന് കഴിക്കാം, ഇല്ലെങ്കിലേ ക്ഷീണിച്ച് തലമിന്നി വീഴും. അയ്യർ റൂമിലേക്ക് ആക്കുന്നതും കാത്തിരിക്കുന്ന മിത്രയോടായി ഡെബി പറഞ്ഞു. സാരല്ല, വീഴും, ഇച്ചായനുണ്ടല്ലോ പിടിക്കാൻ. മിത്ര ഡെബിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചവനെ തോളിൽ ചാഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞതനുസരിക്ക് ദേവാ. എനിക്ക് വേണ്ട, ആദ്യം ഇച്ചായം പോയി എന്തെങ്കിലും കാണിച്ചിട്ട് വാ. പറഞ്ഞാൽ അനുസരിക്കത് കേട്ടോ. മിത്ര പറഞ്ഞത് കേട്ട് അവളെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ഡേവിഡ് പറഞ്ഞതും മിത്ര ചെറിയോടെ ഡേവിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നു. ഒബ്സർവേഷൻ ടൈം കഴിഞ്ഞതും വലിയ കുഴപ്പമൊന്നുമില്ലാത്തത് കൊണ്ട് അയ്യരെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. കുഞ്ഞി, ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കുക. ദേവൻ അവർക്കുള്ള ഭക്ഷണം വാങ്ങിക്കൊണ്ട് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞതും മിത്ര ഡെവിയെയും കൊണ്ട് ടേബിളിന് അരികിലേക്ക് വന്നിരുന്നു. എനിക്ക് വേണ്ട ദേവ, നീ കടിച്ചോ. ഫ്ലാസ്കിലുള്ള കട്ടൻ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചുകൊണ്ട് ഡേവിഡ് മിത്രയോടായി പറഞ്ഞു. അവിടെ എല്ലാവരും ഉള്ളത് കൊണ്ട് മിത്ര കൂടുതലൊന്നും പറയാതെ ദോശ മുറിച്ച് കറിയിൽ മുക്കി വായിലേക്ക് വെച്ചു. എന്നാടി മോഹിനി, ഇതൊരു ഹോസ്പിറ്റലാണെന്ന് അവൾക്ക് പുരിയല്ലേ, കാണിക്കുന്നത് കണ്ടില്ലേ? ഇടയ്ക്ക് ദേവ ദോശ പീസ് രവിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നത് കണ്ട അനിഷ്ടത്തോടെ പാട്ടി മിത്രയുടെ അമ്മ മോഹിനിയോട് പറഞ്ഞു. അമ്മ എന്തിനാ അവരുടെ കാര്യം നോക്കുന്നത്? അവളുടെ ഭർത്താവിൻ്റെ കൂടെ അവൾ ഇരിക്കുന്നത്. പാട്ടി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മോഹിനി അതും പറഞ്ഞ് അയ്യരുടെ അടുത്തേക്ക് പോയിരുന്നതും പാട്ടി എല്ലാം കൂടി അതിന് മുഖം വീർപ്പിച്ചിരുന്നു. ദേവ, ഞാൻ പോവാം. കുറച്ച് കഴിഞ്ഞതും ഡേവിഡ് മിത്രയോടായി പറഞ്ഞു. ഇപ്പൊ പോകണ്ട ചായ. മിത്ര പോകാൻ മടിച്ചുകൊണ്ട് പറഞ്ഞു. പോട്ടെ കൊച്ചേ, ഇനി നിന്നാൽ ശരിയാകത്തില്ല. പാട്ടിക്ക് താൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് പറഞ്ഞു. അപ്പൊ എന്നെ കൊണ്ടുപോകുന്നില്ലേ? ഡേവി പറഞ്ഞത് കേട്ട് മിത്ര ചോദിച്ചു. നിന്നെ ഇപ്പോൾ കൊണ്ടുപോകുന്നത് മോശമല്ല ദേവ. അതുമല്ല, നീ ഇപ്പം എൻ്റെ കൂടെ വന്നാൽ നിന്റെ അപ്പാക്കൊക്കെ സങ്കടമാകില്ലേ? അതുകൊണ്ട് എൻ്റെ കൊച്ചു ഇവിടെ നിന്നു, ഈ ചായം പോയേച്ചും വരാം. ഡെബി പറഞ്ഞത് കേട്ട് മിത്ര സന്തോഷത്തോടെ അവനെ പുണർന്നു. എന്നാലും ഡെബി ഇല്ലാതെ നിൽക്കുന്നത് ആലോചിച്ച് അവളുടെ മുഖം പാടി. ഡെബിയുടെ അവസ്ഥയും അത് തന്നെയാണെങ്കിലും മിത്രയുടെ അപ്പയ്ക്ക് ഇപ്പോൾ അവൾ അരികിൽ നിർത്താൻ കൊതിയുള്ളത് കൊണ്ട് തന്നെ ഡേവിഡ് എതിർത്ത് നിന്നില്ല. ഡെബി മിത്രയുടെ അപ്പയുടെ അരികിൽ വന്ന് യാത്ര പറഞ്ഞു. കൂടെ മറ്റുള്ളവരോട് യാത്ര പറഞ്ഞിറങ്ങാൻ നേരത്താണ് ദേവനും ദീക്ഷിത്തും അവനെ വിളിച്ച് അവൻ അരികിലേക്ക് വന്നത്. ഒത്തിരി നന്ദിയുണ്ട് ഡേവിഡ്, ഇവളോട് നിർത്തുമെന്ന് കരുതിയില്ല. ഇരുവരും പറഞ്ഞത് കേട്ട് ഡേവിഡ് ചിരിക്കുകയല്ലാതൊന്നും പറഞ്ഞില്ല. അന്ന് ആക്സിഡന്റ് ഉണ്ടാക്കിയത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ ഒന്നല്ലായിരുന്നു. അപ്പോഴത്തെ പൊട്ടബുദ്ധിക്ക് പറ്റിപ്പോയതാണ്. ഡേവി ക്ഷമിക്കണം. ദീക്ഷിത് കുറ്റബോധത്തോടെ ഡെവിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാനതൊക്കെ വിട്ടു, ഇനി അതിനെക്കുറിച്ച് സംസാരം വേണ്ട. ദേവ കേട്ട് ശരിയാകില്ല. കുറച്ചു മാറി തങ്ങളെ വീക്ഷിക്കുന്ന മിത്രയെ കണ്ട് ഡേവി പറഞ്ഞതും ദീക്ഷിത് നന്ദിയോട് അവനെ ഇറുകപ്പ് വന്നു. ഇറങ്ങാൻ നേരം ഡേവി മിത്രയെ നോക്കിയതും മിത്ര വേഗം അവൻ്റെ അരികിലേക്ക് വന്നു. പോയേച്ച് വരാൻ കൊച്ചേ. മിത്രയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. സൂക്ഷിച്ചു പോണേ ചായ, വീട്ടിലെത്തിയിട്ട് വിളിക്കണേ. ഡേവിഡ് പറഞ്ഞു കേട്ട് അവൻ പോകുന്നത് ആലോചിച്ച് വിഷമത്തോടെ മിത്ര പറഞ്ഞു. ആ, നേരത്തിന് ഭക്ഷണം കഴിക്കണം നീ. എന്നാൽ ഞാൻ ഇറങ്ങാം, ഇനി നിന്ന ഇരുട്ടാകും. അതും പറഞ്ഞ് മിത്രയുടെ നെറ്റിയിലൊന്ന് നുകർന്ന് അവളെ തനിയിൽ നടത്തി മാറ്റി ഉള്ളം മുങ്ങിക്കൊണ്ട് ഡേവിഡ് അവിടുന്ന് നടന്നു. തന്നിൽ നിന്നും അകന്നു പോകുന്ന ഡെവിയെ നിറ കണ്ടാലും മിത്ര നോക്കി നിന്നു. അകന്നു മറയുന്ന അവനെ കാണുന്തോറും എന്തിനെന്നില്ലാതെ അവളുടെ നെഞ്ചം പിഴഞ്ഞു. എന്നാൽ കുറുക്കൻ്റെ ബുദ്ധിയോട് ഡേവിഡ് പോയത് വീട് കിട്ടിയ ഒരു അവസരമാക്കിയെടുത്ത് മിത്രയിൽ നിന്ന് ഡെവിയെ പിടിച്ചു മാറ്റാനുള്ള വഴികൾ തേടിക്കൊണ്ട് അവൾക്കൊപ്പം പാട്ടിയുണ്ടായിരുന്നു. ഡേവിഡ് പോയതിനു ശേഷം ആകെ മൂടിക്കിട്ടിയ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥയായിരുന്നു മിത്രയുടേത്. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ മാത്രം നിന്നെ അവൻ ഉപേക്ഷിച്ച് പോയതൊന്നല്ലല്ലോ. മൂഡ് ഓഫ് ആയിരിക്കുന്ന മിത്രയെ കണ്ട് പാട്ടി ഇത്തിരി അമർഷത്തിൽ പറഞ്ഞതും മിത്ര പാട്ടി പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവരെ ഒന്ന് നോക്കി. ഞാൻ ആ വീട്ടിലെത്തിയതിൽ പിന്നെ ആദ്യമായ ഇച്ചായനും അവിടെയുള്ളവരും ഇല്ലാതെ മാറി നിൽക്കുന്നത്, അതിന് വിഷമം എനിക്കുണ്ട്. ഓ, സ്വന്തം വീട്ടുകാരെക്കാളും വലുതാണല്ലോ നിനക്ക് അവിടെയുള്ള ആ നാസറാണികൾ. നീ നിന്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു എന്നെങ്കിലും. മിത്ര പറഞ്ഞത് ഇഷ്ടപ്പെടാതെ അവളോട് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. പാട്ടി ഒന്നും മിണ്ടാന്നേ. ദേ, കീർത്തി വീട്ടിൽ പോകുന്നുണ്ട്, അവളുടെ കൂടെ പാട്ടി വീട്ടിലേക്ക് പോക്കോ. പാട്ടി പറഞ്ഞ് പഴയതെല്ലാം അവളുടെ മനസ്സിൽ തോണ്ടിയിടുന്നു മനസ്സിലായതും ദീക്ഷിത് ഇടയിൽ കയറിക്കൊണ്ട് പറഞ്ഞു. അവള് പോകുന്നെങ്കിൽ പോട്ടെ, ഞാൻ പോകുന്നില്ല. നീ എന്നെ പറഞ്ഞു വിടാൻ ശ്രമിക്കണ്ട.
എൻ്റെ മോനിങ്ങനെ ഇവിടെ കിടക്കുമ്പോൾ എനിക്കെങ്ങനെ വീട്ടിൽ പോയി സമാധാനമായി നിൽക്കാൻ പറ്റും? ദീക്ഷിത് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നത് തടഞ്ഞുകൊണ്ട് പാട്ടി പറഞ്ഞു. സമാധാനമില്ലെന്നും പറഞ്ഞ് ഇവിടെ എന്നിട്ട് ഇവിടെ ഉള്ളൊരു സമാധാനം കളയാനല്ലേ? പാട്ടി പറഞ്ഞത് കേട്ടതും ദീക്ഷിത്തിന്റെ അരികിൽ നിന്ന് കീർത്തി പതിയെ പിറുപിറുത്തു. കീർത്തി പറഞ്ഞത് വ്യക്തമായി കേട്ട ദീക്ഷിത് അവളെ ഒന്ന് കണ്ണുരുട്ടി നോക്കിയതും കീർത്തി ഒന്നും പറയാതെ വാടിച്ചു നിന്നു. പാട്ടിക്ക് പ്രായമായതല്ലേ, ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലേ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എല്ലാവരും കൂടെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ദീക്ഷിത് പാട്ടിയെ അനുനയിപ്പിച്ചുകൊണ്ട് പറഞ്ഞുവെങ്കിലും പാട്ടി പോകാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാനം കീർത്തിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. എൻ്റെ മോളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ ഞാൻ. ഇത്തിരി കഴിഞ്ഞതും മയ്യർ കിടക്കുന്ന ബെഡിൻ്റെ അരികിലായിരിക്കുന്ന മിത്രയുടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ തലോടിക്കൊണ്ട് പാട്ടി പറഞ്ഞു. സാരല്ല പാട്ടി, ഞാനത് കാര്യം എടുത്തിട്ടില്ല. പാട്ടി പറഞ്ഞത് കേട്ട് വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ മിത്ര പറഞ്ഞു. എൻ്റെ മോൾ ആകെ ക്ഷീണിച്ചു പോയി. സാരല്ല, ഇനി പാട്ടി ശ്രദ്ധിച്ച് നന്നായി ഭക്ഷണം കഴിപ്പിച്ച് എൻ്റെ മോളെ പഴയതുപോലെ ഉഷാറാക്കി എടുത്തോളാം. മിത്രയുടെ തലയിലും മുഖത്തും കയ്യിലുമൊക്കെ തലോടി സോപ്പിട്ടുകൊണ്ട് പാട്ടി പറഞ്ഞു. എൻ്റെ പാട്ടിയുടെ കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? ഇവളെ കണ്ടിട്ട് ക്ഷീണം പറ്റിയതുപോലെ പാട്ടിക്ക് മാത്രമേ തോന്നുന്നു. ഇവൾ ഇനിയും തടിച്ച ബോൾ പോലെയാകും. പാട്ടി പറഞ്ഞത് കേട്ട് ഗ്ലൂമി ആയിരിക്കുന്ന മിത്രയെ ചൂടാക്കാൻ വേണ്ടി മിത്രയുടെ ഏട്ടൻ ദേവൻ പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് അവനെ കൂർപ്പിച്ച് നോക്കുകയല്ലാതെ മിത്ര ഒന്നും പറഞ്ഞില്ല. പാട്ടിക്ക് അവളോട് ഒന്നും സംസാരിക്കാൻ ഇടകൊടുക്കാതെ മിത്രയ്ക്ക് ഇടവും വലവും ഇരുന്ന് ദീക്ഷിതും ദേവനും സംസാരം തുടങ്ങിയതും പാട്ടി മുഖവും കുറിപ്പിച്ചൊരു ഭാഗത്ത് പോയിരുന്നു. വലിയ താല്പര്യമില്ലെങ്കിലും മിത്ര അവരോടായിട്ട് സംസാരിച്ചിരിക്കുന്നതിനിടയിലാണ് അവളുടെ ഫോൺ റിംഗ് ചെയ്തത്. സ്ക്രീനിൽ ഇച്ചായനും തെളിഞ്ഞ് കണ്ടതും മിത്ര ആവേശത്തോടെ കോൾ എടുത്ത് തൻ്റെ അരികിലിരിക്കുന്നവരെ പോലും ശ്രദ്ധിക്കാതെ റൂമിന് ബാൽക്കണിയിലേക്ക് നടന്നു. ഇച്ചായ വീട്ടിലെത്തിയോ? എന്തെടുക്കുക? മറുപുറത്ത് നിന്ന് ദേവി എന്തെങ്കിലും പറയും മുമ്പായി കോൾ എടുത്ത് മിത്ര ചോദിച്ചു. എൻ്റെ ദേവ, ഒറ്റ ശ്വാസം ചോദിക്കാതെ നിർത്തി ചോദിക്കുവച്ചേ. മിത്ര പറഞ്ഞത് കേട്ട് ദേവി ചിരിയോടെ പറഞ്ഞു. ഓ, അറിയാൻ വേണ്ടി ചോദിച്ചാലേ ഞാൻ, അതാ ഇപ്പോൾ കുറ്റം. ഡേവിഡ് പറഞ്ഞത് കേട്ട് കള്ളപ്പിണക്കത്തിൽ മുഖം പൊറിപ്പിച്ച് മിത്ര പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയിട്ട് 5 മിനിറ്റ് ആയതേ ഉള്ളൂ കൊച്ചേ. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ചായ, അപ്പച്ചനും കുഞ്ഞുണ്ട്. ഡാനിക്ക് എന്തേ? അപ്പച്ചൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. ഡാനിയാണെങ്കിൽ കുളിക്കുക. കുഞ്ഞുണ്ട് എൻ്റെ അരികിലുണ്ട്. മിത്രയുടെ ചോദ്യം കേട്ടതും ഡേവി തൻ്റെ അരികിലിരിക്കുന്ന കുഞ്ഞുട്ടിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിയുടെ കയ്യിൽ നിന്നും ഫോണും തട്ടിപ്പിടിച്ച് വാങ്ങിയിരുന്നു. ഇതേ സമയം മിത്ര ഫോൺ വിളിച്ച് പോകുന്നത് കണ്ട് അവളുടെ മുഖഭാവത്തിൽ നിന്ന് വിളിക്കുന്നത് ഡെവിയാണെന്ന് മനസ്സിലായത് കുറച്ചു നേരം അവിടെ ഇരുന്ന് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി പാട്ടി അവൾ പറയുന്നത് കേൾക്കാനായി മിത്ര പോയ ഭാഗത്തേക്ക് നടന്നു. ഹലോ ചേട്ടത്തി, കേൾക്കുന്നുണ്ടോ? ഫോണ് ചെവിയോട് ചേർത്ത് കുഞ്ഞൂട്ടിനെ ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. കേൾക്കുന്നുണ്ടടാ, നീ പറ. കുഞ്ഞൂട്ടിന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ട് വന്ന ചിരി അടക്കിക്കൊണ്ട് മിത്ര പറഞ്ഞു. ചേട്ടത്തി എന്ത് പണിയാ കാണിച്ച്? എന്തിനാ അവിടെ നിന്നത്? വീട്ടുകാരൊക്കെ കിട്ടിയപ്പോ ഇവ നമ്മളെയൊക്കെ വേണ്ടതായല്ലേ? കുഞ്ഞൂട്ടൻ സെന്റി അടിച്ചുകൊണ്ട് മിത്രയോട് പറഞ്ഞു. അപ്പാക്ക് വയ്യാത്തോണ്ടല്ലടാ ഞാനിവിടെ നിന്നത്. ഒരാഴ്ച കഴിഞ്ഞ് അപ്പയെ ഡിസ്ചാർജ് ചെയ്യും. അന്ന് ഞാൻ അങ്ങോട്ട് വരാം. ഒരാഴ്ചയോ? ഒരാഴ്ചയൊക്കെ കൂടുതലാണ് ചേട്ടത്തി. മിത്ര പറഞ്ഞത് കേട്ട് ഇനി ഒരാഴ്ച അവൾ ഇങ്ങോട്ട് വരില്ലെന്ന് ആലോചിച്ച് വിഷമത്തോടെ കുഞ്ഞൂട്ടൻ പറഞ്ഞു. ഇവിടെ ചേട്ടത്തില്ലായിട്ട് ഒരു രസവുമില്ല. വേഗം പറഞ്ഞ ചേട്ടത്തി. കുഞ്ഞൂട്ടൻ സങ്കടത്തോടെ മിത്രയോട് പറഞ്ഞു. വേഗം വരാടാ. ആ, നിന്നെ വിട്ടത് തന്നെ. ഇത് കടവുളായി തന്ന അവസരാ ഞങ്ങൾക്ക്. നിന്നൊരു തിരിച്ചുപോക്കില്ലാത്ത വിധം അവനിത് പറിച്ചെടുക്കും ഞാൻ. മിത്ര നിൽക്കുന്ന ചുവരിന്റെ പിറകിലായി അവൾ പറയുന്നത് കേട്ട് നിന്നിരുന്ന പാട്ടി മിത്ര പറഞ്ഞത് കേട്ട് മനസ്സിൽ പറഞ്ഞ് വീണ്ടും അവൾ പറയുന്നത് കേൾക്കാനായി കാതോർത്തു നിന്നു. നീയേ ഡാനിയുമായി വെറുതെ ആടിയിടാൻ നിൽക്കരുത്. വെറുതെ ഡാനിയുമായി ഉടക്കിന് പോയി അവൻ്റേത് കെട്ടി മോങ്ങിയിരിക്കുമ്പോൾ ആരുണ്ടാകില്ലെന്ന് ആശ്വസിപ്പിക്കാൻ. കുഞ്ഞൂട്ടിന്റെ സങ്കടം പറച്ചിൽ കേട്ട് അവന്റെ മൂഡ് മാറ്റാൻ വേണ്ടി അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഞാനായിട്ട് ആരോടും വെറുതെ ഉടക്കിനൊന്നും പോകാറില്ല. മിത്ര പറഞ്ഞത് കേട്ട് മുഖം കുറിപ്പിച്ച് അവൻ പറഞ്ഞു. എനിക്കറിയാലോ. കുഞ്ഞൂട്ടൻ പറഞ്ഞു കേട്ട് ചിരിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. ശരിക്കും അവൾക്ക് അവരെ കാണാൻ തോന്നുന്നുണ്ടെങ്കിലും ഉള്ളിൽ ആഗ്രഹം അടക്കി അവരോട് സംസാരിച്ചു. എന്നാ ശരിയെടുത്തി, വേഗം പറഞ്ഞ ഇങ്ങോട്ട്, ഞാൻ ചേട്ടായി കൊടുക്കാം. ഹലോ ദേവ. അതും പറഞ്ഞ് ഫോൺ ഡേവിക്ക് കൊടുത്ത് കുഞ്ഞൂട്ടൻ അവിടുന്ന് പോയതും ഡേവി ഫോൺ ചെവിയോട് ചേർത്ത് കൊണ്ട് പിടിച്ചു. ഈ ചായ, എനിക്ക് അങ്ങോട്ട് വരാൻ തോന്നുന്നു. അതെന്താ വെച്ചേ, ആരെങ്കിലും മോശം എന്തെങ്കിലും പറഞ്ഞോ? മിത്ര പറഞ്ഞത് കേട്ട് പാട്ടി എന്തെങ്കിലും പറഞ്ഞ് അവളെ വിഷമിപ്പിച്ചോ എന്ന സംശയത്തിൽ ഡേവി തിരക്കി. അതൊന്നും അല്ല,
ഇവിടെ എന്നിട്ട് മടുപ്പ് തോന്നുന്ന ചായ ആരോടും പഴയ പോലെ മിണ്ടാനും പെരുമാറാനൊന്നും പറ്റുന്നില്ല. ഡേവിയുടെ ചോദ്യത്തിന് വിഷമത്തോടെ മിത്ര പറഞ്ഞു. അതൊക്കെ ശരിയാവും ദേവാ. നിന്റെ അപ്പക്ക് വയ്യാതിരിക്കുമ്പോൾ നീ അവിടെ നിൽക്കാതെ തിരിച്ചു വരുന്നത് മോശമാണ് കൊച്ചി. അതുമല്ല നിന്റെ അപ്പപ്പം നിന്റെ സാമീപ്യം ഏറെ കൊതിക്കുന്നുണ്ട്. ഇനിയും അവരെ വിഷമിക്കേണ്ട കൊച്ചി. ഏതായാലും ഡിസ്ചാർജ് ആകുന്നവരെയല്ലേ. മിത്ര തന്നിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ വിഷമമുണ്ടെങ്കിലും അത് പുറമെ കാണിക്കാതെ ഡെവി പറഞ്ഞു. അപ്പൊ ഈ ചാനനെ മിസ് ചെയ്തില്ലേ? ഇല്ലല്ലോ. ഈ ഉള്ളം മുഴുവൻ നീ നിറഞ്ഞു നിൽക്കില്ല ദേവാ. അപ്പൊ എങ്ങനെ മിസ് ചെയ്യാനാ? ഇനി മിസ് ചെയ്യുമ്പോൾ ഞാനങ്ങോട്ട് വന്നോളാം എന്റെ ദേവിയെ കാണാൻ. കുസൃത ചിരിയോടെ മിത്രയുടെ ചോദ്യം കേട്ട് ഡെവി പറഞ്ഞതും മിത്രയുടെ മുഖത്ത് ചിരി നിറഞ്ഞു. ഇരുവരുടെയും സംസാരം നീണ്ടുപോയി. ഇതെല്ലാം മറിഞ്ഞെന്ന് കേട്ട് നിന്ന പാട്ടിയിൽ അനിഷ്ടം നിറഞ്ഞു നിന്നു. നാളെ വരണേ ചായ. വരുമ്പോഴേ എന്റെ കുറച്ച് ഡ്രസ്സും കൊണ്ടുവരണേ. മടിച്ച് നിൽക്കാത്ത ഭക്ഷണമൊക്കെ കഴിക്കണേ ദേവാ. ഞാൻ കഴിച്ചോളാം. എന്നാ ശരി ദേവാ, പിന്നെ വിളിക്കാം. ശരി ചായ. ഡാനിയോട് അപ്പച്ചനോട് എൻ്റെ അന്വേഷണം പറയണേ. ഐ ലവ് യു ചായ. ശരി വച്ചേ, പിന്നെ വിളിക്കാം. ഫോണിന്റെ സ്ക്രീനിൽ ഉമ്മ വെച്ചുകൊണ്ട് മിത്ര പറഞ്ഞത് കേട്ട് ഡേവി ചിരിയോടതും പറഞ്ഞ് കോള് കട്ടാക്കിയതും തെളിഞ്ഞ മനസ്സോടെ നിശ്വസിച്ച് മിത്ര തിരിഞ്ഞതും ഡോറിന്റെ അടുത്തായി തന്നെ കണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതുങ്ങി നിൽക്കുന്ന പാട്ടിയെ കണ്ടതും സംശയത്തിൽ അവളെ നെറ്റിച്ചു തുടങ്ങി.